കേരളത്തിൽ നിന്നടക്കം നിരവധി ടൂറിസ്റ്റുകളാണ് ഈ സമീപ കാലത്ത്, പ്രത്യേകിച്ച് 2019 ശേഷം സമാധാനം കൈവന്നതിന് ശേഷം നിരവധി ടൂറിസ്റ്റുകളാണ് കശ്മീരിലേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ തന്നെ പലരും പോവുകയും റീലിടുകയൊക്കെ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ കേരളത്തിലെ 3 ഹൈക്കോടതി ജഡ്ജിമാർ കശ്മീരിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളികളായ കാഷ്വാലിറ്റീസ് ഉണ്ടോ? മലയാളികൾ എല്ലാവരും സുരക്ഷിതമാണ് എന്ന എന്തെങ്കിലും വിവരമുണ്ടോ? എന്താണ് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഐഡന്റിറ്റി സംബന്ധിച്ച വിവരം? അഭിലാഷ്, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അപകടത്തിൽ, അതായത് മലയാളികൾ ഈ മരിച്ചവരുടെ പട്ടികയിൽ മലയാളികളുടെ പേരില്ല എന്നാണ് ഡൽഹിയിലെ കേരള ഹൗസിന് ലഭിച്ചിട്ടുള്ള, ഈ ജമ്മു കാശ്മീർ പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായ വിവരം. അതായത് നമുക്ക് പ്രാഥമികമായ വിവരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം കാഷ്വാലിറ്റീസ് ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കൂടുന്ന സമയത്ത് ഈ മലയാളികളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം മാറിയേക്കാം. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മലയാളികൾക്ക് ആരും തന്നെ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി മലയാളികളാണ് പെഹൽഗാമിലുള്ളത്. കാരണം കേരളത്തിൽ ഈ അവധിക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലേക്ക് എത്തുന്ന മലയാളികളായ കുടുംബങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പഹൽഗാമിൽ ഇന്നും മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രികളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മലയാളികൾ, ഈ മരിച്ചവരുടെ പട്ടികയിൽ മലയാളികളുടെ പേരില്ല എന്നാണ് കേരള സർക്കാരിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരണം ജമ്മു കാശ്മീർ DGPയുടെ ഓഫീസുമായി അവർ നിരന്തരം ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. നോർക്ക ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ മലയാളികളുടെ പേര് ഈ മരിച്ചവരുടെ പട്ടികയിൽ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ 3 ജഡ്ജിമാരാണ് നിലവിൽ ജമ്മു കാശ്മീരിലുള്ളത്. ജസ്റ്റിസുമാരായ അനിൽ നരേന്ദ്രൻ, PG അജിത് കുമാർ, G ഗിരീഷ് എന്നിവരാണ് കുടുംബസമേതം ഇപ്പോൾ നിലവിൽ കാശ്മീരിലുള്ളത്. അവർ ഇന്നലെ പഹൽഗാമിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ രാവിലെ ശ്രീനഗറിലേക്ക് എത്തിയിരുന്നു. ഞാൻ ഇതിൽ ഒരു ജഡ്ജിയുമായി സംസാരിച്ചിരുന്നു, അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ 3 കുടുംബവും, അതായത് അദ്ദേഹം ഉൾപ്പെടെ മറ്റ് 2 പേരും നിലവിൽ ശ്രീനഗറിലെ സർക്യൂട്ട് ഹൗസിലുണ്ട്. അവർക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല. അവർ സുരക്ഷിതരാണ്. അവർ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ അവരുടെ പരിപാടികളും മറ്റും ഈ കശ്മീർ സന്ദർശനവും മറ്റും മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം, ഈ 3 ജഡ്ജിമാരും സുരക്ഷിതരാണ്. നിലവിൽ ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടത്തിൽ മരിച്ചവരുടെ പട്ടികയിൽ മലയാളികളില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്, നോർക്ക ഉദ്യോഗസ്ഥർക്കും മറ്റും ജമ്മു കാശ്മീരിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. അഥവാ ഏതെങ്കിലും തരത്തിൽ മലയാളി കാഷ്വാലിറ്റിയും മറ്റും ഉണ്ടാകുകയാണെങ്കിൽ അടിയന്തരമായ സഹായം അവിടെ എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിലെ നോർക്ക ഓഫീസിന് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ട്. റെസിഡന്റ് കമ്മീഷണറും ഈ വിഷയത്തിൽ കാര്യമായ തോതിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹവും ജമ്മു കാശ്മീർ പോലീസും ജമ്മു കാശ്മീരിലെ സിവിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഈ നിലവിൽ കാഷ്വാലിറ്റീസിൽ മലയാളികൾ ഇല്ല എന്നാണ്. നിലവിൽ മരിച്ചവരുടെ പട്ടികയിൽ മലയാളികളില്ല. പക്ഷേ ഇതൊരു ടൂറിസം കേന്ദ്രമാണ്. മരണസംഖ്യ ഉയരുകയുമാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായും മലയാളികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം തീർച്ചപ്പെടുത്തി പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ ബാലഗോപാൽ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് മരിച്ചവരുടെ പട്ടികയിൽ ലഭ്യമായ പുറത്തുവന്ന പട്ടികയിൽ മലയാളികളുടെ പേരിൽ. അതേസമയം കർണാടക സ്വദേശിയുടെ പേര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിമോഗ സ്വദേശി മഞ്ജുനാഥ റാവു മരിച്ചു. ഭാര്യ പല്ലവിയും കുടുംബവും സുരക്ഷിതർ എന്ന വിവരം കർണാടക സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഒരു കർണാടക സ്വദേശി പഹൽഗാമിൽ കൊല്ലപ്പെട്ടതായി കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ പെട്ടെന്ന്? മഞ്ജുനാഥ റാവു എന്ന വ്യവസായിയാണ്, റിയൽ എസ്റ്റേറ്റ് വ്യവസായിയാണ് കൊല്ലപ്പെട്ടത്. 4 ദിവസം മുൻപാണ് ഇദ്ദേഹവും കുടുംബവും പെഹൽഗാമിലേക്ക്, കാശ്മീരിലേക്ക് ടൂറിസത്തിനായിട്ട് പോയത്. ഏതായാലും ഇന്ന് ഈ പെഹൽഗാമിലെ ന്യൂ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴി അതിന്റെ മുകളിലെത്തി ഭാര്യയും കുഞ്ഞും ഭേൽപൂരി കഴിക്കാൻ മാറിയപ്പോൾ തൊട്ടപ്പുറത്ത് നിന്നിരുന്ന ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കുടുംബം ഈ മഞ്ജുനാഥ റാവുവിന്റെ ഭാര്യ പല്ലവിയുമായി സംസാരിച്ചിരുന്നു. അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞത് തൊട്ട് പിന്നാലെ തന്നെ കർണാടക സർക്കാർ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തി കർണാടക സർക്കാർ എടുത്തിട്ടുള്ള നടപടികളാണ് ശ്രീധരൻ വിശദീകരിച്ചത്. ഒരു കർണാടക സ്വദേശിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റുകളായി പോയ ആളുകൾക്ക് അവരുടെ അപ്ഡേറ്റിനായി ഈ കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അനന്ത്നാഗ് പോലീസാണ് ഇപ്പോൾ കൺട്രോൾ റൂം നമ്പർ തുറന്നിരിക്കുന്നത്. ഈ സ്ക്രീനിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന നമ്പറുകൾ 9596776669 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരുപാട് ആളുകൾ ടൂറിസം ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ഈ ബൈസരൻ വാലി എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിനോട് താരതമ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട
കശ്മീരിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് അതിഭീകരമായ ആക്രമണം നിരായുധരായ സാധാരണക്കാരായ മനുഷ്യർക്ക് മേൽ, സിവിലിയൻസിന് മേലെ നടത്തിയിരിക്കുന്നത്. TRF എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, ദേ വിൽ നോട്ട് ബി സ്പെയർഡ് എന്ന് പ്രധാനമന്ത്രി പ്രതികരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തില്ലാത്ത സമയത്താണ് ഈ വലിയ ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. അതേസമയം ആഭ്യന്തരമന്ത്രി കശ്മീരിൽ എത്തിയിരിക്കുന്നു.